ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ 78.89% പോളിംഗ് രേഖപ്പെടുത്തി. 2024 ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ രീതിയിലുള്ള വോട്ട് വർധനവാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2021 2% വർധനവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ കാണാനായത്. ഈ വർധനവ് ഫലപ്രഖ്യാപനത്തിൽ എന്ത് മാറ്റമുണ്ടാകും എന്നറിയാനുള്ള കണക്ക് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം കനത്ത പോളിംഗിലേക്ക് പോയപ്പോൾ ചേലക്കരയിൽ പ്രകടമായതും മികച്ച പോളിംഗ് ആണ്. 2021 കെ രാധാകൃഷ്ണൻ 83,415 വോട്ടിന് ജയിച്ചപ്പോൾ 77.40% മണ്ഡലത്തിലെ പോളിംഗ്. എന്നാൽ 2026 എത്തുമ്പോൾ 2021 വർധനവുണ്ടായത് ഏത് മുന്നണിക്ക് അനുകൂലമാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ചേലക്കര. 2021 നിന്നും 2024 ഉപതെരഞ്ഞെടുപ്പെത്തുമ്പോൾ LDFിലെ UR പ്രദീപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അന്ന് പോളിംഗ് ശതമാനത്തിലും പാർട്ടിയുടെ വോട്ടിലും കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം UDFിനും BJPക്കും വോട്ട് ശതമാനത്തിൽ വർധനവും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ SIR ലിസ്റ്റ് പ്രകാരം 10,000-ഓളം വോട്ട് മണ്ഡലത്തിൽ കുറഞ്ഞു എന്നുള്ളത് ഇതുമായി താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ 64,827 വോട്ടിന് UR പ്രദീപ് വിജയിക്കുകയും 28.71% കോൺഗ്രസ് വോട്ട് 33.64 ആയി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ BJPയുടേത് 15.68 നിന്നും 21.49 വർദ്ധിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ദിവസം പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമായ തിരക്കും ശതമാനത്തിലെ വർധനവും ആർക്ക് എങ്ങനെ എത്ര എന്ന കണക്കിലേക്കെത്താൻ മെയ് 4 വരെ കാത്തിരുന്നേ മതിയാകൂ. ന്യൂസ് ബ്യൂറോ, ചേലക്കര. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.